ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2013 പുറത്തിറങ്ങിയിട്ടുള്ള ബോംബെ ടാക്കീസ് എന്ന ഒരു ആന്തോളജി മൂവിയാണ്. ഇതൊരു ആന്തോളജി മൂവി ആയതുകൊണ്ട് തന്നെ ഇതിൽ 4 ഷോർട്ട് ഫിലിംസ് ആണ് വരുന്നത്. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ മൂവിയിലേക്ക് കിടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ അവിനാഷ് എന്ന് പറഞ്ഞ ഒരു പയ്യനെ നമുക്ക് കാണിക്കുന്നു. അവനൊരു കോളേജിൽ പഠിക്കുന്ന പയ്യനാണ്. അവനിപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അച്ഛൻ്റെ കോളറിലൊക്കെ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് അവൻ വളരെ ദേഷ്യത്തിൽ പറയുന്നു, അതെ ഞാൻ ഗേ ആണ്, അതിനിപ്പോൾ എന്തിനാണ് എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് അവിടെ വഴക്കുണ്ടാക്കിയിട്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു വീട്ടിൽ പോയി നിൽക്കുകയാണ്. അവിടെ വെച്ച് കട്ടായി നമുക്ക് വേറെ രണ്ടുപേരെ കാണിക്കുന്നു. ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അങ്ങനെ ഇപ്പോൾ രാവിലെ ആവുന്ന സമയത്ത് അവർ രണ്ടുപേരും എഴുന്നേറ്റ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അവരെന്നിട്ട് ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ അവരുടെ സ്വന്തം കാര്യം മാത്രമാണ് നോക്കുന്നത്. അവർ പരസ്പരം സംസാരിക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവിടെ വെച്ച് കട്ടായി നമുക്ക് അവിനാഷ് എവിടെയോ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നത് കാണിക്കുന്നു. അവിനാഷ് ഇപ്പോൾ പോകുന്നത് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അവൻ പോകുന്ന സമയത്ത് ഒരു ചെറിയ പെൺകുട്ടി അവിടെ റോട്ടിൽ നിന്ന് പാട്ടൊക്കെ പാടുന്നത് അവൻ കാണുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നത്. അപ്പോൾ അവൻ ആ കുട്ടിക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് അവൻ നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവരെ ഇപ്പോൾ നമുക്ക് ഹീറോയിൻ എന്ന് പറയാം. ഇപ്പോൾ ഹീറോയിനും ഓഫീസിലേക്ക് വരികയാണ്. ആ ഓഫീസിൽ തന്നെയാണ് നമ്മളുടെ അവിനാഷ് ഉള്ളത്. അങ്ങനെ ഇപ്പോൾ ഹീറോയിൻ അവിടെ ഓഫീസിൽ വന്നിരുന്നിട്ട് അവിടെയുള്ള ഒരു പയ്യനെ നോക്കിയിട്ട് സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കറക്റ്റ് നമ്മളുടെ അവിനാഷ് ഇത് കാണുന്നുണ്ടായിരുന്നു. അവനങ്ങനെ നമ്മളുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് എന്താ സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് അവരുടെ അടുത്ത് ചോദിക്കുകയാണ്. അവരപ്പോഴേക്കും അവനെ നോക്കിയിട്ട് നീ ആരാ, പുതിയ ആളാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ അതെ ഞാനിവിടെ പുതുതായിട്ട് വന്നതാണ്, 2 മാസത്തേക്ക് ഇന്റേൺഷിപ്പിന് വന്നതാണെന്ന് പറയുന്നു. അപ്പോൾ അവര് ഓക്കെ ശരി, നീ എന്തായാലും വന്ന കാര്യം നോക്കിയാൽ മതി, അല്ലാതെ വേറെ കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നു. എന്നാൽ ആ സമയത്ത് നമ്മളുടെ ഹീറോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിങ്ങനെ സംസാരിക്കുന്നതിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാനൊരു ഗേ ആണെന്ന്. അപ്പൊ നമ്മളുടെ ഹീറോയിൻ പറയുന്നു, സംസാരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പോൾ 60 ദിവസം എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് അവൾ പറയുന്നു. അപ്പൊ നമ്മളുടെ ഹീറോ എക്സൈറ്റ്മെന്റോട് ചോദിക്കുന്നു, ഞാനൊരു ഗേ ആണെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് അധികം വലിയ റെസ്പോൺസ് ഒന്നും വരുന്നില്ലല്ലോ എന്ന്. അപ്പൊ നമ്മളുടെ ഹീറോയിൻ പറയുന്നു, പിന്നെ ഞാൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, അതൊരു സാധാരണ കാര്യമല്ലേ എന്ന് അവൾ പറയുന്നു. അപ്പൊ നമ്മളുടെ ഹീറോ അതെ ഇത് ശരിക്കും എന്റെ അച്ഛനോടാണ് പറയേണ്ടതെന്ന് അവൻ പറയുകയാണ്. അങ്ങനെ ഇപ്പൊ കുറച്ചു കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ ഹീറോയിനും അതുപോലെ തന്നെ അവിനാഷും നല്ല കമ്പനി ആവുകയാണ്. അങ്ങനെ അവര് ഓഫീസ് ടൈമിലൊക്കെ ഒരുപാട് സമയം അവർ പരസ്പരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സമയം അവർ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ച് കേട്ടാൽ ഇപ്പം നമുക്ക് നമ്മളുടെ ഹീറോയിൻ്റെ വീട് കാണിക്കുന്ന സമയത്ത് വീട്ടിലാണെങ്കിൽ അവൾ ഹസ്ബൻഡുമായിട്ട് മിണ്ടാറേയില്ല. അതായത് എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കുക എന്നുള്ളതല്ലാണ്ട് വലിയ രീതിയിലുള്ള സംസാരമോ സ്നേഹപ്രകടനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവളാണെങ്കിൽ ഓഫീസിൽ അവിനാഷിനോടൊക്കെ സംസാരിച്ച് നല്ല എൻ്റർടൈനിങ് ആയിട്ടിരിക്കും. എന്നാൽ വീട്ടിൽ വരുന്ന സമയത്ത് അവൾക്ക് നല്ല ബോറിംഗ് ആണ്. അവളിപ്പോൾ ബുക്കൊക്കെ വായിച്ചിട്ട് അവൾ കിടക്കും. അവളുടെ ഹസ്ബൻഡ് അതേപോലെ അവിടെ ഇരുന്ന് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അയാളും കിടക്കും. ഇപ്പൊ അടുത്ത ദിവസം നമ്മളുടെ അവിനാഷ് ഹീറോയിന്റെ അടുത്ത് ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, ഞാൻ ഫിലിം ഫെസ്റ്റിവലിന് പോവുകയാണെന്ന് പറയുന്നു. എന്നാൽ അവളാണെങ്കിൽ നീ ഇന്ന് തീർച്ചയായിട്ടും എന്റെ വീട്ടിലേക്ക് വരണമെന്ന് പറയുകയാണ്. അവിടെ വെച്ച് കേട്ടായി ഇപ്പോൾ ഹീറോയിന്റെ വീട് കാണിക്കുന്നു. അവളുടെ ഹസ്ബൻഡ് ഇപ്പോൾ അവളുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ ഏത് പെണ്ണ് വരുന്ന കാര്യമാണ് പറഞ്ഞതെന്ന്. അപ്പൊ അവള് പറയുന്നു, പെണ്ണാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അവിടെ ഇന്റേൺഷിപ്പിന് വന്നിട്ടുള്ള ഒരു പയ്യനാണ് ഇവിടേക്ക് വരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മളുടെ അവിനാഷ് അവിടേക്ക് വരികയാണ്. അങ്ങനെ ഇപ്പോൾ അവിനാഷ് വന്ന് ഇവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ആ ഒരു സമയത്ത് അവിനാഷ് അയാളുടെ അടുത്ത് സാർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അയാളപ്പോൾ ഞാനൊരു ന്യൂസ് റീഡർ ആണെന്ന് പറയുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോയിൻ ഒരു സിംഗറുടെ പേര് പറഞ്ഞിട്ട് ആ സിംഗറുടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ട് എന്ന് പറയുന്നു. അത് കേട്ടപ്പോഴേക്കും നമ്മളുടെ അവിനാഷ് ആണെങ്കിൽ ആ സിംഗറെ എനിക്കും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുകയാണ്. എന്നാൽ അയാളാണെങ്കിൽ അത് കേട്ടിട്ട് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ആണോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നോർമലായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവള് നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ആ കളക്ഷൻസ് ഒക്കെ അവനൊന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് അവനെ ആ സീഡികളുടെ സീരീസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവൻ അവിടേക്ക് ചെന്നിട്ട് അവർ രണ്ടുപേരും അവിടെയുള്ള സീഡിയുടെ കളക്ഷൻസ് ഒക്കെ നോക്കുകയാണ്. അവിനാഷ് അപ്പോൾ ഏതോ ഒരു പാട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് എല്ലാ പാട്ടിന്റെയും കളക്ഷൻ ഉണ്ടെന്ന് അയാൾ പറയുകയാണ്. അങ്ങനെ ഇവരിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ ഉള്ളിൽ ഒരു ഫീലിങ്സ് ഫോം ആവുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നു. അപ്പോൾ അവിനാഷ് ഇയാളും നമ്മളെ പോലെയുള്ള ആളായിരിക്കുമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. പിന്നെ അവൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല, പിന്നെ എന്തായാലും ഇയാളുടെ കല്യാണം കഴിഞ്ഞല്ലോ എന്നൊക്കെ അവൻ വിചാരിക്കുന്നു. ഇപ്പൊ അടുത്ത ദിവസം നമ്മളുടെ അവിനാഷിന് നമ്മളുടെ ഹീറോയിന്റെ അടുത്ത് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ അടുത്ത് സംസാരിക്കുകയാണ്. ആ ഒരു സമയത്ത് അവൻ നിങ്ങൾ വീക്കിലി എത്ര തവണ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാറുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പൊ ഇത് കേട്ടിട്ട് അവൾ ഭയങ്കര ഷോക്ക് ആവുകയാണ്. നീ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പൊ അവിനാഷ് ജസ്റ്റ് ഒന്ന് പറയുമെന്ന് പറയുമ്പോൾ അവള് പറയുന്നു മന്ത്ലി വൺസ് മാത്രമാണെന്ന്. അപ്പൊ അവൻ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും അവൾക്കൊരു കോൾ വന്നിട്ട് അവൾ ആ കോളുമായിട്ട് അങ്ങോട്ട് പോകും. അപ്പൊ ഇവൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് പിന്നീട് അവൻ അവളുടെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അവിനാഷ് അവിടെ ചെന്നിട്ട് അയാളെ കാണുന്ന
സമയത്ത് അയാൾ എൻ്റെ വൈഫിനെ കാണാൻ വേണ്ടി വന്നതാണോ, അവൾ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ല, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് അവിനാഷ് പറയുന്നു. അപ്പോൾ അയാൾ വീടിനുള്ളിലേക്ക് അവനെ ക്ഷണിക്കുന്ന സമയത്ത് വരും, നമുക്കൊന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞിട്ട് അവിനാഷ് അയാളെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ അവിനാഷ് അയാളെ കൂട്ടിക്കൊണ്ട് ആ ഒരു റോട്ടിൽ നിന്ന് പാട്ട് പാടിയ ആ പെൺകുട്ടിയില്ലേ അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടീൻ്റെ അടുത്ത് പാടാൻ വേണ്ടി പറയുന്ന സമയത്ത് ആ പെൺകുട്ടി പാടുകയാണ്. അങ്ങനെ പാട്ടൊക്കെ കേട്ട സമയത്ത് ഇയാൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയാണ്. അങ്ങനെ ഇയാൾ ഇപ്പോൾ ആ കുട്ടിക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ എടുത്തിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നു, ഈ പൈസ കിട്ടിയാൽ നീ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ആ കുട്ടി പറയും, എൻ്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുമെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ ഇത് കള്ളം പറയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി അല്ല എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആ കുട്ടിക്ക് പൈസ കൊടുക്കുകയാണ്. അങ്ങനെ അത് കണ്ടപ്പോൾ നമ്മുടെ അവിനാഷിനും ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും പിന്നെ അതുപോലെ ആ ചെറിയ പെൺകുട്ടിയും വളരെ ഹാപ്പി ആകുന്നു. അങ്ങനെ ഇപ്പോൾ സന്തോഷത്തോടു കൂടി ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പിന്നീട് വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ നമുക്ക് ഈവനിങ് കാണിക്കുന്നു. ഈവനിങ് ഇപ്പോൾ നമ്മളുടെ ഹീറോയിനും അതുപോലെ തന്നെ ഹസ്ബൻഡ് കൂടിയിട്ട് അവിടെ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മളുടെ ഹീറോയിൻ ഹസ്ബൻഡിന്റെ തോളിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നു. അടുത്ത ദിവസം ഓഫീസിൽ വെച്ചിട്ട് ടീ ടൈമിൽ നമ്മളുടെ ഹീറോയിനും അതുപോലെ അവിനാഷും കൂടി സംസാരിക്കുന്നു. അപ്പോൾ അവിനാഷിന്റെ അടുത്ത് അവൾ പറയുന്നു, ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് എന്ത് മൈൻഡിലായിരുന്നു ഇരുന്നതെന്ന് എനിക്കറിയില്ല, എന്തായാലും ആള് നല്ല ഹാപ്പി ആയിരുന്നു. ഇന്നലെ ഞങ്ങളുടെ ഉള്ളിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് അവിനാഷ് ആണെങ്കിൽ ഇന്ന് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ അവളുടെ ഹസ്ബൻഡിനെ കാണിക്കുന്നു. അയാളിപ്പോൾ ന്യൂസ് റീഡിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. കറക്റ്റ് സമയത്ത് അയാളെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് കടത്തി വിടുമെന്ന് പറയുന്നു. അപ്പോഴാണ് അയാൾ നോക്കുമ്പോൾ അയാളെ കാണാൻ വന്നിരിക്കുന്നത് നമ്മുടെ അവിനാഷാണ്. അപ്പോൾ അവിനാഷിന്റെ അടുത്ത് നീ എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ജസ്റ്റ് നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണെന്ന് അവിനാഷ് പറയുന്നു. എന്നാൽ അയാളാണെങ്കിൽ ഇപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റിയ സമയമൊന്നുമല്ല, നീ പോയിക്കോളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാം, നിങ്ങൾ അങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എന്തിന് ഞാൻ വരണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വരൂ എന്നാണ് ഇവൻ പറയുന്നത്. എന്നിട്ട് അവിനാഷ് ഇപ്പോൾ പോകാൻ നേരത്ത് ഇയാളെ ഹഗ് ചെയ്യുന്നു. അപ്പോഴേക്കും ഇയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവിനാഷിനെ തള്ളി മാറ്റുകയും അതുപോലെ തന്നെ അവിനാഷിനെ അടിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ അവിനാഷ് അടി കൊണ്ട് നേരെ താഴെ വീഴുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിനാഷിനെ അവിടെയുള്ളവരൊക്കെ പിടിച്ച് പുറത്താക്കുന്നു. അവിനാഷ് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഒരുപാട് നേരം ആലോചിച്ച് അവൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. എന്തിനായിരിക്കും അയാൾ തന്നെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ച്. അങ്ങനെ ഇപ്പോൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിനാഷിനെ കാണാൻ വേണ്ടിയിട്ട് ആരോ വന്നിട്ട് ഡോറ് തട്ടുന്നു. ആരാണെന്ന് തുറന്നു നോക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് അവളുടെ ഹസ്ബൻഡ് ആയിരുന്നു. അയാൾ ഇപ്പോൾ നേരെ ഉള്ളിലേക്ക് വരികയാണ്. അങ്ങനെ വീടിനുള്ളിലേക്ക് വന്ന സമയത്ത് ഇവൻ അയാൾ തല്ലാൻ വേണ്ടി വന്നതാണെന്ന് വിചാരിച്ച് അയാളെ ഇങ്ങനെ തള്ളി മാറ്റുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കുറച്ച് ക്ലോസ് ആയിട്ട് വന്നിട്ട് അയാൾ ഇപ്പോൾ നമ്മളുടെ അവിനാഷിനെ ലിപ് ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ കുറച്ച് നേരം ലിപ് ലോക്ക് ഒക്കെ ചെയ്തതിനു ശേഷം അയാൾ ഇപ്പോൾ നേരെ നോർമലായിട്ട് അവനെ പിന്നെ പിടിച്ച് അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ അവിനാഷ് ആണെങ്കിൽ ഇത് എന്താണെന്നൊന്നും മനസ്സിലാവാതെ അയാളെ പിടിച്ച് നേരെ പുറത്തേക്ക് തള്ളുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം ഓഫീസിൽ വെച്ചിട്ട് നമ്മളുടെ ഹീറോയിൻ എന്തോ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അവിനാഷ് നേരെ കയറി വന്നിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് എന്നെ കിസ് ചെയ്തു എന്ന് അവളുടെ അടുത്ത് പറയുകയാണ്. അവൾ അപ്പോഴേക്കും ദേഷ്യം വന്നിട്ട് അവിനാഷിന്റെ അടുത്ത് പുറത്തു പോകാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അവിനാഷിനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് അവൾക്ക് മീറ്റിംഗിൽ നല്ല രീതിയിൽ ഫോക്കസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചിട്ട് അവൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് അവൾ നേരെ അവിനാഷിനെ ചെന്ന് കണ്ട് സംസാരിക്കുന്നു. അവൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് നീ പറഞ്ഞൊന്നും എനിക്ക് വിശ്വാസമില്ലെന്ന് അവൾ പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ വീട്ടിലേക്ക് ചെന്ന് അവളിങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് അങ്ങോട്ട് വന്നിട്ട് ഇവളുടെ അടുത്ത് എന്താണെന്ന് ചോദിക്കുന്നു. എന്നാൽ അവൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പോൾ അയാൾ അവളുടെ അടുത്തേക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് വന്നിട്ട് ഒരു റൊമാൻസ് എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. പക്ഷേ അവിടെ വെച്ചിട്ട് അയാൾ അവളെ കിസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത്ര പ്രോപ്പർ ആയിട്ടൊന്നുമല്ല അയാൾ കിസ് ചെയ്യുന്നത്. അപ്പോൾ അവൾ അയാളെ തള്ളി മാറ്റിയിട്ട് അയാളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ ഇത്രയും നാളും എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവൾ പറയുന്നു, ചില സമയത്ത് ഞാനാണോ തെറ്റ് ചെയ്യുന്നതെന്ന് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇത്രയും നാൾ എനിക്കത് അറിയില്ലായിരുന്നു. നിങ്ങൾ എന്തിനാണത് എന്നിൽ നിന്നും മറച്ചു വെച്ചത്? ഇത്രയും നാൾ എന്തിനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചത് എന്നൊക്കെ അവൾ ചോദിക്കുന്നു. എന്നിട്ട് അവൾ പറയുന്നു, നമ്മൾ തമ്മിൽ പിരിയുന്നതാണ് നല്ലത്, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ അവൾ പറയുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ അന്നത്തെ ദിവസം അവിടെ കിടന്നുറങ്ങുന്നു. പക്ഷേ ഇയാൾക്കാണെങ്കിൽ അന്നത്തെ ദിവസം ഉറങ്ങാനേ സാധിക്കുന്നില്ല. നമ്മുടെ അവിനാഷും അന്നത്തെ ദിവസം ഉറങ്ങാതെ പുറത്തിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇവരെയൊക്കെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് കേൾപ്പിക്കുന്നു. ആ പാട്ട് പാടുന്നത് ആരാണെന്ന് ഇപ്പോൾ കാണിക്കുകയാണ്. ആ റോഡിനരികിലുള്ള ആ കുഞ്ഞി പെണ്ണാണ് ഇപ്പോൾ പാട്ട് പാടുന്നത്. ആ പെൺകുട്ടിയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നത് അവളുടെ ഹസ്ബൻഡാണ്. അങ്ങനെ ഇപ്പോൾ ആ കുട്ടി പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ട് അയാളുടെ അടുത്ത് പൈസ തരാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അയാൾ
ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അയാളുടെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ അയാൾ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി കള്ളം പറയരുതെന്ന് പറയുന്നു. എന്നിട്ട് കള്ളം പറയുന്നത് തെറ്റാണെന്നൊക്കെ ആ പെൺകുട്ടി ദേഷ്യത്തില് അയാളുടെ അടുത്ത് പറയുന്നു. അപ്പൊ അയാള് ആ കുട്ടിയെ നോക്കി ചിരിക്കുന്നതോടെ ഈ ഫസ്റ്റത്തെ കഥ അവസാനിക്കുകയാണ്. അടുത്ത ഷോർട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വ്യക്തി ബാൽക്കണിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിനുശേഷം അയാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നു. അടുത്ത ദിവസം ആ ബാൽക്കണി അയാൾ ക്ലീൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ അയാളുടെ വൈഫും ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വൈഫ് അയാളുടെ അടുത്ത് ആ തുണിയൊക്കെ ഒന്ന് അലക്കാമോ എന്ന് ചോദിക്കുന്നു. അയാളും ഓക്കെ പറയുകയാണ്. അപ്പൊ ഇവരുടെ ആ ഒരു സ്ഥലത്ത് ഒരു ഒട്ടകപ്പക്ഷി ഉണ്ടായിരുന്നു. ഇവർ ആ ഒരു പക്ഷിയെ ബിസിനസിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. എന്നാൽ അത് ഭയങ്കര നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളുടെ ഹീറോയെ അവിടെയുള്ള ലേഡീസ് ഒക്കെ കളിയാക്കുന്നതായിട്ട് കാണിക്കുന്നു. കുറെ നാള് ബിസിനസ് എന്ന് പറഞ്ഞ് നടന്നല്ലോ, ഇപ്പൊ ബിസിനസ് ഒന്നും ഇല്ലേ എന്നൊക്കെ അയാളുടെ അടുത്ത് ചോദിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ഹീറോ പറയുന്നു ബിസിനസ് ആകുമ്പോൾ അതിൽ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാകുമെന്ന്. അപ്പോൾ അവരാണെങ്കിൽ ഇറക്കം മാത്രമാണെങ്കിൽ പിന്നെ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഹീറോയെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നു. ഇപ്പൊ ഇയാള് ഡ്രസ്സൊക്കെ അലക്കിയതിനു ശേഷം വീട്ടിലേക്ക് വരുന്ന സമയത്ത് വൈഫ് ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇയാളും അവിടേക്ക് ചെന്നിട്ട് ഇയാളും പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുന്നു. അങ്ങനെ പോകുന്നതിന് മുമ്പ് കുട്ടിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ കുട്ടി എന്തോ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പൊ അയാൾ കുട്ടിയുടെ അടുത്ത് പല ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കാണിച്ച് കുട്ടിയെ കൊഞ്ചിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും കുട്ടി ദേഷ്യപ്പെടുകയാണ്. അപ്പൊ കുട്ടിയുടെ അടുത്ത് ഇന്ന് രാത്രി ഞാൻ വന്നിട്ട് ഹൃത്തിക് റോഷന്റെ കഥ പറഞ്ഞു തരാന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി വാശി പിടിച്ച് തിരിഞ്ഞു കിടക്കുന്നു. അപ്പൊ ഇയാള് ഇന്ന് ഞാൻ പുതിയൊരു പടം കണ്ടിട്ട് അതിന്റെ കഥ വന്ന് പറഞ്ഞു തരാന്നൊക്കെ പറയുമ്പോഴും ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും യാതൊരു റെസ്പോൺസും വരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഇയാള് ആ വിഷമത്തിൽ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഹീറോ പുറകിലിരുന്നുകൊണ്ട് ആ പത്രം ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അയാൾ നമ്മളുടെ ഹീറോയെ കണ്ടിട്ട് എന്താണ് ജോലി നോക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഹീറോ പെട്ടെന്ന് ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ഞാൻ ജോലി നോക്കാനോ, ഞാൻ 10 പേർക്ക് ജോലി കൊടുക്കുന്നവനാണ്, ഞാനൊരു ബിസിനസ്മാൻ ആണെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഹീറോ അവിടെയുള്ള വലിയൊരു ഹോട്ടലിലേക്ക് ചെല്ലുന്നു. അവിടേക്ക് ചെന്നിട്ട് സാർ ഇവിടെ ഒരു സെക്യൂരിറ്റീന്റെ ജോലിക്ക് വേക്കൻസി ഉണ്ടായിരുന്നില്ലേ, ഞാൻ അതിനുവേണ്ടി വന്നതാണെന്ന് പറയുന്നു. എന്നാൽ അവിടെയുള്ള സെക്യൂരിറ്റി അതെ ഇവിടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ആ സ്ഥാനത്തേക്കാണ് ഞാൻ വന്നതെന്ന് പറയുന്നു. അപ്പൊ നമ്മളുടെ ഹീറോ അയാളുടെ അടുത്ത് പറയുന്നു ഓക്കെ നല്ല ജോലിയാണ്, നിങ്ങൾക്കിത് നല്ലപോലെ സ്യൂട്ട് ആവും, 18 മണിക്കൂർ ഇതുപോലെ നിൽക്കണ്ടേ, ഇതൊന്നും എനിക്ക് സ്യൂട്ട് ആവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നമ്മളുടെ ഹീറോ പോകുന്ന സമയത്ത് അവിടെ എന്തോ ഷൂട്ടിംഗ് നടക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഹീറോ ഇപ്പോൾ അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഹീറോ ഇപ്പോൾ അവിടെയുള്ള ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഇത് ഏത് സിനിമേന്റെ ഷൂട്ടാണ്, ആരാണ് അഭിനയിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അയാൾ രൺവീർ സിംഗിന്റെ മൂവിയാണെന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ പുതിയ പയ്യനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഹീറോ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കറക്റ്റ് സമയത്ത് ഡയറക്ടർ ഒരു അനൗൺസ് ചെയ്യുന്നു, അതായത് ഒരു സീൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ആവശ്യമുണ്ട്. സിനിമയിലെ ഹീറോയെ അടിച്ചിട്ട് ഒരു ഡയലോഗും പറയാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ ഒന്ന് നോക്കിയിട്ട് ശരിയാവുന്നില്ല, അതുകൊണ്ട് ഗ്രൗണ്ടിൽ നിന്നും ആരെങ്കിലും വരണമെന്ന് പറയുന്നു. എന്നിട്ട് ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും സെറ്റായില്ല. ലാസ്റ്റ് നമ്മളുടെ ഹീറോയെ കണ്ടിട്ട് ഹീറോയോട് വരാൻ വേണ്ടി പറയുന്നു. അവൻ്റെ അടുത്ത് ഇപ്പോൾ അസിസ്റ്റന്റ് വന്നിട്ട് സാർ ഈ റോൾ ചെയ്ത് കഴിഞ്ഞാൽ സാറിന് കറക്റ്റ് സ്യൂട്ട് ആയിരിക്കും എന്നൊക്കെ ഹീറോയുടെ അടുത്ത് പറയുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയും ഓക്കെ പറയുകയാണ്. അങ്ങനെ ഹീറോയുടെ അടുത്ത് ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ സാറ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിക്കോളൂ, സാറിനുള്ള ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോയും അവർ പറഞ്ഞതുപോലെ കോസ്റ്റ്യൂം ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളുടെ ഹീറോ പല ഡയലോഗൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മളുടെ ഹീറോ ഓൾറെഡി സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോ പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് അവിടേക്ക് ഹീറോയ്ക്ക് പറയാനുള്ള ഒരു ഡയലോഗ് കൊണ്ടുതരുന്നു. അപ്പോൾ ആ ഡയലോഗ് എഴുതിയിട്ടുള്ള പേപ്പർ ഹീറോ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ പേപ്പറിൽ ആകെ ഒരൊറ്റ ഡയലോഗ് എഴുതിയിട്ടുള്ളൂ, ഹേ എന്ന് പറയുന്ന ഒറ്റ ഡയലോഗ് മാത്രം. അതായത് ഹീറോയെ അടിച്ചിട്ട് ഹേ എന്ന് പറയുന്ന ഒറ്റ ഡയലോഗ് മാത്രം. അപ്പോൾ ഇതാണോ ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് ഹീറോ പേപ്പറൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമായിരുന്നു ഡയലോഗായിട്ട് അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഹീറോ ആ പേപ്പറൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകാൻ വേണ്ടി തുടങ്ങുന്നു. കറക്റ്റ് സമയത്ത് നമ്മളുടെ ഹീറോയുടെ മരിച്ചുപോയ അച്ഛന്റെ ആത്മാവ് വന്നിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ അവന് തോന്നുന്നു. അതായത് അച്ഛന്റെ ആത്മാവ് അവൻ്റെ അടുത്ത് ചോദിക്കുന്നത് നീ എന്തിനാണ് ഇത് ഇട്ടിട്ട് പോകുന്നത്, നിന്നെ കൊണ്ട് എന്താ ഇത് ചെയ്യാൻ കഴിയില്ലേ എന്ന്. അപ്പൊ അവൻ പറയുന്നു ആകെ ഒരു ഡയലോഗ് ഉള്ളൂ, അത് വെച്ച് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന്. അപ്പോൾ അയാൾ പറയുന്നു നീ ഒരു ശരിക്കുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡയലോഗ് ആണെങ്കിൽ പോലും ആ ഒരു ഡയലോഗിൽ നിന്റെ പ്രാവീണ്യം തെളിയിക്കണമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് അയാളിപ്പോൾ അവൻ്റെ അടുത്ത് മോട്ടിവേറ്റിംഗ് ആയ രീതിയിൽ സംസാരിക്കുന്നതായിട്ട് അവന് ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ അവനിപ്പോൾ അവിടേക്ക് ചെന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവര് ആ ഒരു സീൻ എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ഹീറോയെ തല്ലുന്ന സീനല്ല, ഇവർ രണ്ടുപേരും ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് പരസ്പരം അറിയാതെ തട്ടുന്ന രീതിയിലാണ്. അപ്പൊ നമ്മളുടെ ഹീറോയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യം മൈൻഡിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ഈ ചെറിയ സീനാണെങ്കിലും അത് ഹീറോയുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഹീറോ പറയുന്നു വെറുതെ ഒരാൾ നടന്നു വരുന്ന സമയത്ത് തട്ടില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ട് വരാമെന്ന്. അപ്പോൾ അവർക്ക് ആ ഒരു ഐഡിയ കേട്ട സമയത്ത് സൂപ്പർ ആണെന്ന് തോന്നി. അങ്ങനെ ഇപ്പോൾ ഹീറോയ്ക്ക് ഒരു ന്യൂസ് പേപ്പറും അതുപോലെ ഒരു കണ്ണാടിയും ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആക്ഷൻ പറഞ്ഞ
സമയത്ത് നമ്മളുടെ ഹീറോ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് രൺവീർ ഇങ്ങനെ വരികയാണ്. അങ്ങനെ രണ്ടുപേരും വന്നിട്ട് പരസ്പരം ഇങ്ങനെ അറിയാത്ത രീതിയിൽ തട്ടുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഏയ് എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു സീൻ കറക്റ്റായിട്ട് ചെയ്തതുകൊണ്ട് എല്ലാവരും ഉടനെ തന്നെ കൈയടിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നു. ആ ഒരു സമയത്ത് ഹീറോയ്ക്കുള്ള പേയ്മെന്റ് എടുത്തിട്ട് വരാം, ഇവിടെ നിൽക്കുമെന്ന് അവിടെയുള്ളവർ പറയുകയാണ്. എന്നാൽ നമ്മളുടെ ഹീറോ ആണെങ്കിൽ അവന് കുടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളവും അതുപോലെ ആ ന്യൂസ് പേപ്പറും അവിടെ വെച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി വരുന്നു. അങ്ങനെ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ഹീറോ മകളുടെ അടുത്ത് ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മകൾക്കും അവൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് ഭയങ്കര സന്തോഷമാകുന്നു. ആ കുട്ടി വളരെ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ തൻ്റെ അച്ഛൻ പറയുന്ന ആ ഒരു കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മകൾ ഇങ്ങനെ സന്തോഷിക്കുന്നത് കണ്ടിട്ട് അയാൾക്കും ഭയങ്കര സന്തോഷമാവുന്നു. അങ്ങനെ ഇപ്പോൾ മകളിപ്പോൾ സന്തോഷത്തോടു കൂടി ഉറങ്ങാൻ പോകുന്നു, സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നു. ആ ഒരു സമയത്ത് ഇയാളുടെ ഉള്ളിലാണെങ്കിൽ എന്തോ വലിയൊരു കാര്യം സാധിച്ചതുപോലെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ ഇയാളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ അയാളെന്ന് വൈഫിൻ്റെ അടുത്തും കുറേ സംസാരിക്കുന്നു ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അതിനുശേഷം അന്നത്തെ ദിവസം വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു ഉറക്കം അദ്ദേഹം ഉറങ്ങുകയാണ്. ഇതോടുകൂടി ഈ ഒരു ഷോർട്ട് ഫിലിമും അവസാനിക്കുകയാണ്. ഇതിൻ്റെ തന്നെ ബാക്കി ഭാഗമായിട്ടുള്ള 2 ഷോർട്ട് ഫിലിംസ് നമ്മളുടെ വരും വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.